ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബെൻസി. ഹെൽപ്പ് മീ ലോഡ് എന്ന യൂട്യൂബ് ചാനലിലെ വീഡിയോ ആണ് നിങ്ങൾ കേൾക്കുന്നത്. ഈ വീഡിയോ പലരും പല സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യുന്നുണ്ട്. പല ഫേസ്ബുക്ക് പേജുകൾ ഇത് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് കാണുന്ന ഓരോരുത്തരോടും പറയട്ടെ, ഹെൽപ്പ് മീ ലോഡ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഫേസ്ബുക്ക് പേജ് പ്രാക്ടിക്കൽ ലൈഫ് ഹെൽപ്പ് മീ ലോഡ് എന്നാണ്. ആദ്യം പ്രാക്ടിക്കൽ ലൈഫ് എന്ന് മാത്രമായിരുന്നു. പലരും പരാതി പറഞ്ഞു അത് സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്ന്. അതുകൊണ്ട് ഹെൽപ്പ് മീ ലോഡ് എന്നുകൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ എന്റെ പേജ് സെർച്ച് ചെയ്യാൻ എളുപ്പമാകും. ഹെൽപ്പ് മീ ലോഡ് എന്ന് ടൈപ്പ് ചെയ്താലും കിട്ടും. എനിക്ക് ഈ ഒരു പേജ് അല്ലാതെ, അതായത് പ്രാക്ടിക്കൽ ലൈവ് ഹെൽപ്പ് മീ ലോഡ് എന്നുള്ള പേജ് അല്ലാതെ വേറെ ഒരു പേജും ഇല്ല. നിങ്ങൾ എന്തെങ്കിലും ചോദ്യങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ മറ്റുള്ള പേജുകൾ ഷെയർ ചെയ്യുന്നതിൽ ചോദിച്ചാൽ ഞാൻ കാണില്ല. ഒന്നുകിൽ ഈ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് ഇവിടെ കമന്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ എന്റെ ഫേസ്ബുക്ക് പേജിൽ ലൈക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ മെമ്പർ ആകാം. നിങ്ങൾക്ക് പ്രയോജനമുള്ള അനേകം വീഡിയോകൾ ഈ യൂട്യൂബ് ചാനലിൽ ഉണ്ട്. ഈ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫുൾ വീഡിയോസ് ലിങ്ക് അതുപോലെ പേജ് ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഇടാം. നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് കടുക്. ഈ കടുക് നമ്മൾ ഉപയോഗിക്കാത്ത ഏതേലും ഒരു ദിവസം ഉണ്ടോ എന്ന് സംശയമാണ്, ശരിയല്ലേ? അപ്പോൾ ഈ കടുക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ? എല്ലാവർക്കും സംശയമാണ്, ഇത് നമുക്ക് വീട്ടിൽ വളർത്താൻ സാധിക്കുമോ, നന്നായിട്ട് കിട്ടുമോ, ഇങ്ങനെയൊക്കെ. ഒരു സംശയം വേണ്ട, നട്ടു വളർത്തി വിളവെടുത്തവരുടെ കയ്യിൽ നിന്നും കിട്ടിയ ഡീറ്റെയിൽസ് ആണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമ്മളിപ്പോൾ കടയിൽ നിന്നും വാങ്ങുന്ന കടുക് തന്നെ നമുക്ക് ഇതിന് ഉപയോഗിക്കാം. നേരത്തെ കുതിർത്ത് വെക്കുകയോ മുളപ്പിക്കുകയോ ഒന്നും വേണ്ട. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്, പക്ഷെ അതിന്റെ ആവശ്യമില്ല. ചട്ടിയിലോ ഗ്രോ ബാഗിലോ ആണേൽ മണ്ണിട്ട് അതിൽ കുറച്ച് കടുക് വിതറാം. നനയായി 2 നേരവും ലേശം വെള്ളം തളിച്ചു കൊടുക്കാം. അതല്ല എങ്കിൽ മറ്റ് കൃഷികൾ ചെയ്തിട്ടുള്ള ചട്ടികളിലും വിതറാം. തൈയായി കഴിഞ്ഞ് പിരിച്ചു നടാം. കടുക് വിതയ്ക്കാൻ ഈർപ്പമുള്ള പൊടിമണ്ണാണ് വേണ്ടത്. ഇനി തറയിലാണെങ്കിൽ ചെറിയ പണകോരി എന്ന് പറയും, അല്ലെങ്കിൽ കുറച്ച് മണ്ണ് കിളച്ച് പരുവമാക്കി കടുക് വിതയ്ക്കാം. വിതച്ച ശേഷം ഒന്നുകൂടെ ചെറുതായി മണ്ണൊന്ന് ഇളക്കി കൊടുക്കണം. വിത്ത് ഒത്തിരി അടിയിൽ പോകരുത്, കിളിർക്കില്ല. നമ്മൾ ഈ ചീരയൊക്കെ വിതയ്ക്കില്ലേ, ചീര, എള്ള്, ഇതൊക്കെ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് കടുകും വിതയ്ക്കുന്നത്. മുളച്ച് 2 ആഴ്ച കഴിഞ്ഞാൽ അല്പം ചാരം വിതറി കൊടുക്കാം. 2 നേരവും ആവശ്യത്തിന് മാത്രം നനയ്ക്കാൻ മറക്കരുത്. ഇത് കിളിർത്ത് വരുന്നത് വരെ നമ്മുടെ കൈകൊണ്ട് വെള്ളമൊന്ന് തളിച്ചു കൊടുക്കുകയേ ചെയ്യാവൂ, ശക്തിയോടെ ഒഴിക്കരുത്. അത് കിളിച്ചു വന്നതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് മൂട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിന്റെ പൂക്കൾ നല്ല ഭംഗിയുള്ളതാണ്. ഭംഗിയുള്ള പൂക്കളായതുകൊണ്ട് മുറ്റത്ത് ചെടികളുടെ കൂട്ടത്തിലും വരിവരിയായി നട്ടാൽ നല്ല രസമായിരിക്കും കാണാൻ. ഒരു 20-25 തൈ ഉണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് നന്നായിട്ട് ഇതിൽ നിന്നും കടുക് കിട്ടും. ഇതിന്റെ ഇലകളും യൂസ്ഫുൾ ആണ്. അത് പരിപ്പ് ചേർത്ത് നമ്മൾ കറി വെക്കാൻ നല്ലതാ. പ്രത്യേകം പരിചരണം ഒന്നും വേണ്ടാത്ത ഒന്നാണ് ഈ കടുക്. നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമായിരിക്കണം, അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. വെറും 4 മാസത്തിനുള്ളിൽ നമുക്ക് വിളവെടുക്കാം. കാര്യമായി ഒരു തരത്തിലുമുള്ള കീടത്തിന്റെ ആക്രമണങ്ങൾ ഇല്ലാത്ത ഒന്നാണ് കടുക് കൃഷി. വിളവെടുക്കേണ്ടത് ഇത് നന്നായി വിളഞ്ഞു കഴിയുമ്പോൾ മൂടോടെ തന്നെ പിഴുതു മാറ്റുക. അതിനുശേഷം മുറത്തിലോ പരമ്പുണ്ടെങ്കിൽ അത്, ചാക്കാണെങ്കിൽ അത്, എന്തെങ്കിലും തുണിയാണെങ്കിൽ അത്, എന്തിലാണെന്ന് വെച്ചാൽ അതിനകത്ത് ഇത് നിരത്തി ഇട്ടിട്ട് നന്നായി വെയിൽ കൊള്ളിക്കുക. വെയിൽ കൊള്ളുമ്പോൾ ഇത് തനിയെ നന്നായിട്ട് ഉണങ്ങി പൊട്ടി അതിൽ വീണുകൊള്ളും. ഈ ചെടിയിൽ തന്നെ ഇത് ഉണങ്ങാൻ നിർത്തിയാൽ അത് വെയിൽ കൊണ്ട് പൊട്ടിപ്പോവും, തറയിൽ വീഴും, നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നന്നായിട്ട് വിളഞ്ഞു കഴിയുമ്പോൾ മൂടോടെ പറിച്ചെടുക്കാൻ പറയുന്നത്. ഈ ഇലകളൊക്കെ പഴുത്തു തുടങ്ങുന്നതാണ് ഈ നമ്മുടെ കടുക് വിളഞ്ഞു എന്നുള്ളതിന്റെ തെളിവായിട്ട് വേണമെങ്കിലും മനസ്സിലാക്കാം. ഇതിന് വളമായി അടുക്കളയിലെ പച്ചക്കറി വേസ്റ്റ്, പിന്നെ ചാണകപ്പൊടി ഇടാം. ഇത് എവിടെ വേണേലും നമുക്ക് വിതയ്ക്കാം. ഞാനിപ്പോൾ പറഞ്ഞ മണ്ണ്, പണകോരി അല്ലെങ്കിൽ ചെടിച്ചട്ടിയിൽ, ഗ്രോ ബാഗിലൊക്കെ. ഇത് കൂടാതെ നമുക്ക് മറ്റെന്തെങ്കിലും വിളകളുടെ കൂട്ടത്തിലെന്ന് പറഞ്ഞാൽ തെങ്ങിന്റെ തടത്തിലോ വാഴത്തടത്തിലോ കുരുമുളക് നട്ടിരിക്കുന്നതിന്റെ തടത്തിലോ ഇവിടെയൊക്കെ നമുക്കിത് പാകാം. അതിനുശേഷം നമ്മൾ മാറ്റി നടേണ്ട ആവശ്യമില്ല. നമ്മൾ ചീരയൊക്കെ ഇങ്ങനെ പാകത്തില്ലേ, അതുപോലെ തന്നെ അവിടെ തന്നെ നിന്ന് ഇത് പൂത്ത് കായ്ച്ചോളും. പ്രത്യേകിച്ച് ഒരു ചെലവുമില്ലാത്ത കൃഷിയാണ് കടുക് കൃഷി. വെയിൽ സമയമാണ് നല്ലത്. മഴ സമയത്ത് ഇത് നല്ലതുപോലെ കിട്ടുമോ എന്ന് സംശയമാണ്. കാരണം പൂവൊക്കെ വരുന്ന സമയത്തും കാ വരുന്ന സമയത്തും ഉണങ്ങി തുടങ്ങുന്ന സമയത്തും മഴയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാകും. അതല്ല ട്രൈ ചെയ്യണമെന്നുള്ളവർക്ക് ട്രൈ ചെയ്യാം. മഴ കൊള്ളാതെ മറച്ച് ചെയ്യണമെന്നുള്ളവർക്ക് ട്രൈ ചെയ്യാം. നമുക്ക് ചിലവൊന്നുമില്ലല്ലോ. അടുക്കളയിൽ നിന്ന് ലേശം കടുകെടുത്ത് വിതറി നമുക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, വിജയിക്കുമോ ഇല്ലയോ എന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കടുക് കൃഷി. എല്ലാവരും ട്രൈ ചെയ്യൂ. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.